അവശനാക്കുന്നതും രക്തം ഒഴുകുന്നതും ഒക്കെ കാണുന്നത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതും ഒരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാൻ കൊണ്ടുപോയി ഇസ്രായേലിൽ ആക്രമണം നടത്തിയാലും ഇറാനിൽ ആക്രമണം മരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. നാശം വരുന്നത് ലോകത്തിന് മൊത്തത്തിലാണ്. ഈ സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ലോകത്ത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ലോകത്ത് മുഴുവൻ ജനങ്ങൾക്കാണ്. ഈ ലോകത്ത് ആരും പട്ടിണി കിടക്കണ്ട, എല്ലാവർക്കും സുഭിക്ഷമായി കഴിയാനുള്ള വിഭവങ്ങൾ ലോകത്തുണ്ട്. സൃഷ്ടാവ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഗ്രൂപ്പ് രാഷ്ട്രങ്ങളായി തിരിച്ചു വന്നപ്പോഴാണ് പലതും കിട്ടാതെ വരുന്നത്. അത് ദൈവ ഉത്തരവാദിയല്ല, അല്ലെങ്കിൽ അള്ളാഹു ഉത്തരവാദിയല്ല. അതെന്തോ ആകട്ടെ, അത് മറ്റൊരു വശമാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ഇസ്രായേൽ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ, അവർക്കെന്ത് സന്തോഷമാണ് കാണുമ്പോൾ. ഇറാൻ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന സന്തോഷം. ഞങ്ങളെ സംബന്ധിച്ച് ഇറാൻ നശിക്കുന്ന ഇസ്രായേൽ നശിക്കുന്ന ഒന്നും ശരിയല്ല. എല്ലാം നമ്മുടെ സഹോദരൻ കഷ്ടപ്പെടുന്നത്. എങ്കിലും നമ്മളൊരു പൊതു നീതി വെച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി വാദിക്കുകയല്ല. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. ഇസ്രായേൽ ഉൾപ്പെടെ ഒരു 10ഓളം രാജ്യങ്ങൾ 80 മുതൽ 10,000 പേര് അണുവായുധം ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അതൊരു കുഴപ്പമില്ല. പക്ഷേ ഇറാന് അണുവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസൊക്കെ ഇസ്രായേൽ കൂടി പറയുന്നത്, ഇസ്രായേൽ നേതാവ് നെതന്യാഹുവിനെ കൂടി പറയുന്നതാണ്, ഇറാൻ അണുബോംബ് ഉണ്ടാക്കിയാൽ വരും തലമുറക്ക് അത് ക്ഷീണമാണ്, ഇസ്രായേൽ ഞങ്ങൾക്ക് യഹൂദന്മാർക്ക് ക്ഷീണമാണ്, ലോകത്ത് ക്ഷീണമാണ്. ഈ രഹസ്യമായിട്ട് ഇസ്രായേല് 47 രൂപീകരിച്ചാണെങ്കിലും 60 മുൻപ് പോലും ഇസ്രായേൽ അതിന് ശ്രമം നടത്തിയൊക്കെ അവസാനം പറയുന്നുണ്ട്. ഏതായാലും അണുബോംബ് ഉണ്ടാക്കിയപ്പോൾ എന്തേ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ശ്രദ്ധിച്ചില്ല? അണു വ്യാപന കരാറിൽ ഒപ്പിടാൻ പറ്റുന്ന ഇസ്രായേൽ ഒപ്പിടുന്നില്ല. ഇറാനെ കൊണ്ട് നിർമ്മിച്ച് ഒപ്പിടിക്കത്ര താല്പര്യം എന്താ അമേരിക്കക്ക്? അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഈ ലോകത്തുള്ള സർവ കുഴപ്പങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണം അമേരിക്ക എന്നൊരു രാജ്യമാണ്, പാശ്ചാത്യ ശക്തികളാണ് അതിൻ്റെ കൂടെ ഉള്ളത്. ഇറാൻ, പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ. നിങ്ങളെല്ലാവരും കൊട്ടിഘോഷിക്കൊണ്ട് പാശ്ചാത്യ സംസ്കാരം, വെസ്റ്റേൺ കൾച്ചർ. എന്താണ് വെസ്റ്റേൺ കൾച്ചർ? എന്താണ് പാശ്ചാത്യ സംസ്കാരം? വനിതകൾ 2 വീതിയിൽ ബ്രേസിയറും ഒരു 3 ഇഞ്ച് വീതിയിൽ ഷഡ്ഡി ഇട്ട് ബാക്കിയെല്ലാം പുറത്ത് കാണിക്കുന്നതാണ് അവരുടെ പരിഷ്കാരം. ആണുങ്ങളോ മുഖവും കൈ രണ്ടും, ഉള്ളം കൈ രണ്ടും ഒഴിവാക്കി ബാക്കിയെല്ലാം മറക്കുന്നതാണ് അവരുടെ സംസ്കാരം. മറിച്ച് ലോകത്തിലെ 2ാം മതമായി ഇസ്ലാം ചെയ്യുന്നത് അത് അതിന് എതിരല്ല, അത് മറു രീതിയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് മുൻകൈയും മുഖവും ഒഴിച്ചു ബാക്കിയെല്ലാം മറക്കണമെന്നാണ്. ഇവിടെ യൂറോപ്യൻ കൾച്ചർ യൂറോപ്യൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആണുങ്ങളാണ് ചെയ്യുന്നത്. പെണ്ണുങ്ങൾ മുഴുവൻ ഈ 2 ഇഞ്ച് ബ്രേസിയർ, 3 ഇഞ്ച് ഷഡ്ഡി. ഇതാണോ സാറേ ലോകത്തെ സംസ്കാരം, കൾച്ചർ? വാട്ട് ഈസ് മീൻ ബൈ കൾച്ചർ? ഈ കൾച്ചർ കൊണ്ടല്ലേ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ അച്ഛൻ ആരെന്ന് അറിയാൻ പാടില്ല, പിള്ളേരുടെ അച്ഛൻ ആരെന്ന് അറിയാൻ പറ്റില്ല, വിവാഹമില്ല, പ്രസവമില്ല, കുട്ടികളെ വളർത്തില്ല. പ്രസവിച്ചാലേ അമ്മയാവുള്ളൂ. അമ്മയാവുമ്പോഴേ കുഞ്ഞുങ്ങളോട് വികാരം എന്താ അറിയാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾ മാതൃകയാക്കൂ എന്ന് പറഞ്ഞാണ് ലോകത്ത് കൊണ്ടുവന്ന് പറ്റുന്നത്. അതിന് മാതൃകയാക്കി നമ്മുടെ കൊച്ചു കേരളം വരെ വന്നല്ലോ. അവരെ പാഠ്യപദ്ധതി, അവരെ പരിഷ്കാരം, അവരുടെ ഡ്രസ്സ്, അവരുടെ വീക്ഷണമല്ല. ഇപ്പം എന്തു പറ്റി? പ്രായപൂർത്തിയായ പെൺകുട്ടികളെല്ലാം ഗർഭിണിയായി സ്കൂളിൽ വെച്ച് കഴിഞ്ഞാൽ. അതാണ് അവരുടെ സംസ്കാരം. അതാണ് ഇവിടുത്തെ അഴിഞ്ഞാട്ടം. ഈ നനഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ അഴിഞ്ഞാട്ടം. ഇവിടെ സഖാക്കൾ ഉൾപ്പെടെ
പുരോഗമനവാദി ഉൾപ്പെടെല്ലാം പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം വേണം, സ്ത്രീ സ്വാതന്ത്ര്യം വേണം. വേണം, ഒരു സംശയമില്ല കാര്യത്തിൽ. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഡെലിവറി എന്താണ് മെച്ചതായ കുട്ടികളെല്ലാം അപ്പം തന്നെ പ്രസവം ധരിക്കല്ല, ഗർഭിണിയാകുന്ന നല്ല സംസ്കാരം. അത് വേറെ ഇത് വേറെ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ യാതൊരു സംശയമില്ല. ഇറാനെ പുകഴ്ത്തി പറയേണ്ട കാര്യം നമുക്കില്ല. ഞങ്ങൾ വാസ്തവം മതപരമായിട്ട് ഞങ്ങൾ സുന്നി വിഭാഗമാണ് മതപരമായിട്ട്. അതുകൊണ്ട് അവർ ഷിയാക്കളാണ്. സുന്നി ഷിയാക്കൾ തമ്മിൽ അത്ര ബന്ധമല്ല. അതൊക്കെ പല കാരണങ്ങളുണ്ട്, അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാന കാരണം വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൽ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അന്ത്യപ്രകാരം മുഹമ്മദ് നബി എന്നുള്ളതാണ്. പക്ഷേ അവർ പറയുന്നത് ലാ ഇലാഹ അലി വലിയുള്ളതാണ്. അള്ളാഹു ഉണ്ട്, ഓക്കെ, ബാക്കി മുഹമ്മദിന് കൊടുത്ത് അലിക്ക് കൊടുക്കേണ്ടതാണ്. ആ ഒരു വ്യത്യാസമാണുള്ളത്. അത് വലിയ വ്യത്യാസം തന്നെയാണ്. എന്തോ ആകട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറാനെ പുകഴ്ത്തിപ്പെടേണ്ട യാതൊരു ബാധ്യതയില്ല. പക്ഷേ സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്, അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ന്യായീകരണം ഉണ്ടാകണ്ടേ. മറ്റ് പല രാജ്യങ്ങളും അവരുടെ ഗോഡമളിൽ നൂറുകണക്കിന് 10,000-ൽ പരം അണുബോംബ് ഉണ്ടാക്കി വച്ചിട്ട് ഇറാൻ ആ യുറേനിയം ഒന്ന് സമ്പുഷ്ടമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറയുന്ന ആ രീതിയോടാണ്, ആ നയത്തോടാണ് ഞങ്ങളിത്. അല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചൊന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, മറച്ചും. അപ്പം ഇതെന്ത് നീതി? അപ്പോൾ അത് ലോകത്തെ നന്നാക്കാൻ അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളത് എതിർക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ആര് അത് എതിർക്ക്? ഇസ്രായേലിൻ്റെ അവകാശം. ഇസ്രായേൽ ഈ ലോകത്തെ ഒരു രാജ്യം, ഒരു ചെറിയ രാജ്യം, നമ്മുടെ കേരളത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത രാജ്യം, 1 കോടി താഴെ ജനസംഖ്യയുള്ളൂ. അവർക്ക് ഇത് 800 കോടി ജനങ്ങളുടെ ബാധ്യത അല്ലെങ്കിൽ സംരക്ഷണമൊക്കെ അവരാരെ ഏൽപ്പിച്ചു? ഇനി അമേരിക്ക ആരെ ഏൽപ്പിച്ചു? അപ്പോൾ ഇതൊക്കെ ഓരോ തെമ്മാടിത്തരാണ്. ഇതിനാണ് പറയുന്നത്, കറക്റ്റ് പറയുന്നത് തെമ്മാടിത്തരം എന്ന് പറയുന്നത്, അഹങ്കാരി ഫാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ബോംബുണ്ടാക്കി, നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ 9 രാജ്യം മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 10ാമത്തെ രാജ്യമാവും ഇപ്പോൾ ഇറാൻ ഉണ്ടാക്കുകയാണെങ്കിൽ. പക്ഷെ അവർ ഉണ്ടാക്കുമ്പോൾ തെറ്റും, ഇവരുണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് ശരിയാണെങ്കിൽ ആ രീതി നമുക്ക് യോജിക്കാൻ പറ്റില്ല. തന്നെയല്ല, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 80-ലോ 84-ലോ മറ്റോ ഒരിക്കൽ ഇറാനിൽ ഈ ആണവ കേന്ദ്രം ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ വേഷം മാറി അമ്മാൻ്റെ മറ്റോ ജോർദാൻ്റെ മറ്റോ വിമാനം എല്ലാം ഇത് ചെയ്തിട്ട് സൗദി അറേബ്യ വഴി പോകുന്നു. അപ്പോൾ സൗദി അറേബ്യയുടെ എയർ കൺട്രോൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു, ആരാണ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ജോർദാനാണ്, പതിവ് പറക്കലിന് പോകുന്നവർ. അപ്പോൾ ഇത് ജോർദാൻ്റെ ഫോട്ടോ, പിന്നെ വിമാനത്തിൻ്റെ കളറ്, അഡ്രസ്സ്, അഡ്രസ്സ് എല്ലാം അങ്ങനെയാണ്. അങ്ങനെ അത് ഒരു വിമാനം അവർ പ്രത്യേകം പെയിൻ്റ് ഉണ്ടാക്കി. അവൻ പോയാണ് ഇറാനിൽ ആണവ കേന്ദ്രം തകർത്തത്. എന്നിട്ട് ഈ അമേരിക്കൻ ബ്രിട്ടനൊക്കെ എന്ത് നടപടിയെടുത്തു? അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ആദ്യമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ആദ്യമല്ല ഇത്. അവർ ആ പര്യായം തന്നെ വഞ്ചന എന്നാണ്. അപ്പം ഞാൻ ഒരു ശാസ്ത്ര തത്വമുണ്ട്. നാം എന്തെങ്കിലും സാധനം സൂക്ഷിച്ചു വച്ചാൽ 3 വർഷത്തിനകത്ത് ഉപയോഗത്തിൽ വരുമെന്ന്. എന്ത് സാധനമാണെങ്കിലും സൂക്ഷിച്ച് വച്ചാൽ നമ്മൾ 3 വർഷത്തിനകം അത് ഉപയോഗത്തിൽ വരുന്നതാണ് ഒരു ആധുനിക ശാസ്ത്രം. തമാശ പറഞ്ഞാണ്, ആധുനിക ശരിയാണത്. അതുപോലെ നാം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാൽ 3 വർഷം കാത്തിരുന്നാൽ ഉറപ്പായിട്ട് കൊല്ലാൻ പറ്റും. അതിനുള്ള എപ്പോഴും സമയം കിട്ടും. അത് ഇവർ രഹസ്യാന്വേഷണത്തിൽ അവർ അതിനുവേണ്ടി മാത്രമാണ് ഇസ്രായേലിൽ ശ്രമിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ മറ്റുള്ളവരെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എതിരെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക, കൊന്നുകളയാണ്. നമ്മൾ യുദ്ധം ചെയ്യാറുണ്ട്. യുദ്ധത്തിൽ നേരിട്ട് കൊലപാതകം വരും. പക്ഷേ ഇത് നേതാക്കൾ കണ്ടുപിടിച്ച് ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടി പണ്ട് ഇപ്പോൾ ലെബനോൻ എടുത്താലും എവിടെ എടുത്താലും നേതാക്കളെയും പട്ടാള മേധാവികളൊക്കെ കരുതി കൂട്ടി കൊല്ലാൻ വേണ്ടി മാത്രം. യുദ്ധത്തിൽ കൊല്ലും, അത് യുദ്ധമാണ്. 2 കൂട്ട് വരുമ്പോൾ തറക്കണം, ചിലപ്പോൾ ചത്തിരിക്കും, കൊന്നിരിക്കും, അത് പറയല്ല. ഇതല്ലാതെ ശാന്തമായ സമയത്ത്, യുദ്ധസമയത്തല്ല, സമയത്താണ് ഇസ്രായേൽ ഇതെല്ലാം ചെയ്യിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്
സമ്പത്താണ്, അല്ല മതോ ജാതിയോ ഒന്നുമല്ല. അതിൽ ഒരു കാര്യം, ഒരു ആത്മാർത്ഥയില്ല. ഞാൻ പറയും, മുസ്ലിം പറഞ്ഞാലും ഏത് മതി വന്നാലും ജാതി സ്നേഹം കൊണ്ടൊന്നുമില്ല. അവന് ചില കാര്യം സാധിച്ച അതിൽ 99% സാമ്പത്തിക സപ്പോർട്ടാണ്. ഇപ്പോൾ ഇറാഖിനെ അമേരിക്ക കൈവശപ്പെടുത്തി, ലിബിയ കൈവശപ്പെടുത്തി, ജോർദാൻ്റെ അടുത്ത്, അമ്മാൻ്റെ അടുത്ത്, പിന്നെ അമ്മാൻ രാജാവിൻ്റെ നിങ്ങൾക്കറിയാമോ? ഇസ്രായേലിൻ്റെ ജോർദാൻ രാജാവ് ഇസ്രായേലിൻ്റെ രൂപീകരണത്തിൽ ഒപ്പിടേണ്ടത് അന്ന് ജോർദാനിലെ അബ്ദുള്ള രാജാവ് എന്നൊരു പുരുഷനാണ്. അന്ന് ഇസ്രായേൽ ഒരു ഉദ്യോഗസ്ഥയെന്ന് ഗോൾഡേമർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അന്ന് 21 വയസ്സുള്ളൂ. ഈ സ്ത്രീ ഈ ജോർദാൻ രാജാവിനെ, അബ്ദുള്ള രാജാവിനെ കണ്ട് ഒന്ന് രഹസ്യമായിട്ട് കണ്ട് തിരിച്ചു വന്നവർക്കും ആ മനുഷ്യൻ ഇസ്രായേലിന് അനുവാദം കൊടുത്ത എഗ്രിമെന്റിൽ ഒപ്പിട്ടു. അതിനുശേഷം അവര് ആ നാട്ടുകാരെ തല്ലിക്കൊന്ന് പിച്ചി ചീന്തി. അങ്ങനെ പിച്ചി ചീന്തി വേറെ സംഭവമുണ്ട്. പാകിസ്ഥാനിലെ ഒരു പട്ടാള മേധാവി ഇതുപോലെ മോശം പേര് ചെയ്തിട്ട് അവിടെ ജനങ്ങൾ യോഗ സ്ഥലത്ത് വെച്ച് പിച്ചി ചീന്തായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ചില മുസ്ലിം രാജ്യങ്ങളിൽ അങ്ങനെയാണ്. എന്നാൽ മുസ്ലിം രാജ്യത്തിന് വേണ്ടി വാദിക്കും ഞാൻ പറയില്ല, നീതിക്ക് വേണ്ടി നിൽക്കണ്ടേ. ഇറാനും ഒരു രാജ്യമല്ലേ, അവർക്കും ജീവിക്കണ്ടേ, അവർക്കും നിലനിൽക്കണ്ടേ, ആവശ്യമുണ്ട്. ഇപ്പം കൊട്ടിഘോഷിക്കുന്നുണ്ട് പലരും, ഇറാന് വളരെ മോശമാണ്, ദാരിദ്ര്യമാണ്. അത് ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ വികസനം സ്ത്രീകൾക്ക് ഇറാനിലുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. ഉദ്യോഗത്തിൽ നല്ല ശതമാനം മരുന്നുകളാണ്. വിദ്യാഭ്യാസത്തിൽ നല്ലൊരു ശതമാനം വിദ്യാഭ്യാസമാണ്, 90 നല്ല ശതമാനം. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഉണ്ട്. എന്നിട്ടും അവരെല്ലാം ഇന്ന് ചില കൊച്ചു ഈ ചുക്കട ചാല് പറഞ്ഞിട്ട് അവരൊക്കെ കീഴുന്ന വെള്ളം പോലെ അവർ പറഞ്ഞു ഇടുന്നു. അത് വേണമെങ്കിൽ പറയാം, അതാണ് കുറ്റങ്ങൾ, അത് ശരിയാണ്. അതേ സ്ഥാനത്ത് തല മറക്കാത്ത രീതിയിൽ മറക്കാത്ത രീതിയിൽ തുണി മാറിപ്പോയിട്ട് അതിൻ്റെ പേരിൽ അവർ തല്ലിക്കൊന്നു, അതിനുവേണ്ടി വിപ്ലവം ഉണ്ടായി. ഇതൊക്കെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പാശ്ചാത്യ ശക്തി സൃഷ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്ക് ഇറാഖിനെ പോലെ, സിറിയെ പോലെ, അല്ലെങ്കിൽ ഗദ്ദാഫിയുടെ ലിബിയെ പോലെയൊക്കെ അവർ ഒരു പാവ ഗവൺമെൻറ് ഉണ്ടാക്കി അവിടെ സമ്പത്ത് ഊറ്റണം. മറ്റ് സൗദി അറേബ്യയെ പോലെ തന്നെ ഇറാനിലും ധാരാളം ധാതുക്കൾ, എണ്ണയുണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, ഒരുപടി ഭൂമിക്കടിയിലുണ്ട്. അതെല്ലാം അമേരിക്കയുടെ നിയന്ത്രണത്തിൽ വേണം. ഇപ്പോൾ സൗദി അറേബ്യയിൽ മറ്റ് കുവൈറ്റുകളിൽ അത് നിയന്ത്രണം അമേരിക്കക്കാണ്. 9ഓളം രാജ്യങ്ങളിൽ അമേരിക്കയുടെ എന്നുണ്ട് യുദ്ധസന്നാഹമുള്ള ക്യാമ്പുകളുണ്ട് അറബി രാജ്യങ്ങളിൽ. അവരാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അതിനവർ നികുതി കൊടുക്കുമ്പോൾ കപ്പം കൊടുക്കാണ് മാസം അല്ലെങ്കിൽ കൊല്ലത്തിൽ. ആ മേഖലയിലേക്ക് അവിടുത്തെ ഭരണാധികാരി രാജാവിന് പോലും ചെല്ലാൻ പറ്റില്ല അനുവാദമില്ലാതെ. ഇപ്പോൾ സൗദി അറേബ്യയിൽ എന്താണ് ഇദ്ദേഹം അമേരിക്കയെതിരെ എന്നറിയോ? ബില്ലാദിൻ്റെ വിപ്ലവ രീതിയോട് നമ്മൾ യോജിക്കുന്നില്ല, തീവ്രവാദത്തോട്. പക്ഷേ എങ്കിലും അവർ നോക്കുമ്പോൾ സൗദി അറേബ്യ അമേരിക്കൻ പട്ടാളത്തെ കയ്യിലാണ്. സൗദി അറേബ്യ സംരക്ഷണം അമേരിക്കൻ പട്ടാളമാണ്. അവർക്കൊരു ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിലേക്ക് ആ സൗദിയിലെ ഭരണാധികാരിക്കുള്ളിൽ ചെല്ലുന്ന അനുവാദം വേണം. അവിടെ മദ്യം മദിരാക്ഷി എല്ലാം ഉണ്ട് ആ കോമ്പൗണ്ട്, ആ ഒരു ഏരിയക്കുള്ളിൽ. അതിൽ കുവൈത്തിലായാലും മറ്റ് മസ്കറ്റിലായാലും എല്ലാ സ്ഥലത്തും. ബഹറിൽ ഞങ്ങൾ നല്ല കണ്ടില്ല, വലിയ ഒരു പട്ടാള ക്യാമ്പ് തന്നെയാണ്. 100 കണക്കിന് വിമാനമൊക്കെ അവിടെ കണ്ട്, 100 കണക്കില്ലെങ്കിലും ഒരുപടി വിമാനം കണ്ട് അവിടെ. അത് അവരുടെ യുദ്ധസ്ഥലം. അപ്പം അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇറാന് അതിന് വന്നിട്ടില്ല, അവരെ വരുത്തണം. എന്നാൽ ഇറാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, സദ്ദാമിൻ്റെ ലിബിയൊക്കെയാണ് ഗദ്ദാഫിയുടെ കാര്യം പറഞ്ഞ പോലെ അമേരിക്ക പോലെയുള്ള ഇപ്പോൾ ഏതായാലും വൻ രാഷ്ട്രം തന്നെയാണല്ലോ. അവർ പരസ്യമായിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിയല്ലെന്ന്. എന്ത് ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെയുള്ള ഒരു വൻ ശക്തിയോട് പരസ്യമായിട്ട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല, യുക്തിയല്ല, ആദർശപരമാണ്. ശരിയെ സമ്മതിക്കാം. അതുകൊണ്ട് എന്താ കാര്യമില്ലേ? അപ്പോൾ VM സുധീരനാണ് കേരളത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ആദർശമാണ്.
ഒരു സംശയക്കാര്യത്തില്ല, വ്യക്തിപരം നല്ലവരുമാണ്. പക്ഷെ അതുകൊണ്ട് പ്രായോഗികമായിട്ട് വിജയിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആദർശം മാത്രമല്ല, ആ ആദർശം പ്രാക്ടിക്കലായുള്ള ആദർശമായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഇറാന് ഒന്ന് ശ്രദ്ധിച്ചിട്ട്, എല്ലാ രാജ്യത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അത് മുന്നോട്ട് പോകുമ്പോൾ സഹിച്ചുകൊണ്ട് തന്നെയുമല്ല നമ്മൾ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയ ശത്രുവിനെ കൂട്ടുപിടിക്കാന്നുണ്ട്. അതൊരു ഫിലോസഫിയാണ്. അതിനിടയ്ക്ക് ഇറാനെ പറ്റി അപകടം അറിയുമോ? ഈ അസർബൈജാൻ, സോവിയറ്റ് യൂണിയൻ പിളർന്ന് പല രാജ്യമായപ്പോൾ ഇറാനോട് ചേർന്ന് എടുക്കുന്ന അസർബൈജാൻ, അവിടെ അസർബൈജാൻ ചെറിയ രാജ്യം, ആകെ 1 കോടിയേ ഉള്ളൂ ജനസംഖ്യ, നല്ല വിസ്തീർണമുണ്ട്, അതെല്ലാം ഒരുപാട് വ്യാപ്തമുള്ള സ്ഥലമാണ്. അത് അസർബൈജാനികൾ ഇറാഖിൽ 2 കോടിയുണ്ട്, ആകെ 10 കോടി പറ്റതാണ് ജനസംഖ്യ ഇറാനിൽ, അതിൽ 2 കോടി പറ്റതാണ്. അവർ മുഖേന, അല്ലെങ്കിൽ ഈ അസർബൈജാൻ എന്ന് പറഞ്ഞാൽ രാജ്യം 90 മറ്റോ സ്വാതന്ത്ര്യമായപ്പോൾ ആദ്യമായിട്ട് അനുകൂലിച്ചൊരു രാജ്യം ഇസ്രായേലാണ്. അതിന് അംഗീകാരം കൊടുത്തു. പണ്ട് എല്ലാവരും നമ്മൾ ആദ്യമായിട്ട് സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടാൽ മരിച്ചാലും ആ ഓർമ്മ നിൽക്കില്ല എന്ന് പറയും പോലെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യം അസർബൈജാന് ഇസ്രായേലാണ്. അതിൻ്റേതായ നേട്ടം ഇസ്രായേലിൽ ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുക. അസർബൈജാനെ ഉപയോഗിച്ചും അസർബൈജാനികളായ 2 കോടിയോളം മനുഷ്യരുള്ള ഇറാനിലെ ഒരു ഉപയോഗിച്ചൊക്കെയാണ് അവർ സ്വന്തമായിട്ടൊരു ഒരു സന്നാഹം പിന്നെ ക്യാമ്പ് ഇറാനിലുണ്ടെന്ന് ഇസ്രായേലിന്. അവിടെ പറഞ്ഞില്ല എവിടെ എത്തി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മുഖ്യ ശത്രു ഇസ്രായേലാണ് എങ്കിൽ, ഞാൻ ഇറാനെ പോലുള്ളവരെ ഒന്ന് ഉപദേശിക്കല്ല, അവരെ മണ്ടത്തിലും പറയാണ്, ഇത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. നമുക്കൊരു മുഖ്യ ശത്രു ഉണ്ടെങ്കിൽ അപ്പോൾ ചെറിയ ശത്രു നമ്മളിപ്പോൾ സഹായിക്കണം, മുഖ്യ ശത്രു ഇറക്കാം. അതുപോലെ അസർബൈജാന് തൊട്ടടുത്ത് വന്നപ്പോൾ ഈ ഇറാന് എന്ത് ചെയ്യണം? ഇസ്രായേലാണ് മുഖ്യ ശത്രു. 90-ലാണിത്, ഇസ്രായേൽ 48-ലാണ്. അന്ന് മൂലം ശത്രുതയൊക്കെ ഉണ്ടല്ലോ, അവർ വിശ്വസിക്കാൻ കൊള്ളില്ല അറിയുകയും ചെയ്യാം. അപ്പോൾ ഇറാൻ എന്ത് ചെയ്ത്? അവരെതിർക്കാതിരിക്കണ്ടേ, അവിടെ കൂടെ നിർത്തണ്ടേ? ഇതൊക്കെയാണ് പുതിയ. അത് ഇന്ത്യക്ക് ബാധകമാണത്. നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം എന്ത് കാരണത്തിലാണ് നമ്മൾ കൂടെ നിർത്തണം, നമ്മുടെ സുരക്ഷത്തിന് നല്ലതാണ്. ഇപ്പം നിർത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, അതുണ്ടോ ഇല്ലതൊക്കെ ഒരു കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറില്ല. അപ്പോൾ ഈ അസർബൈജാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. തൊട്ടടുത്ത് 1 കിലോമീറ്റർ അതിർത്തിയുടെ അസർബൈജാൻ ഇറാനുമായിട്ട്. അവരുടെ കെയർ ഓഫിലാണ് ഈ ന്യൂസ് എല്ലാം കിട്ടുന്നത്. അല്ലാതെ തന്നെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ മൊസാദിനോട് കിടപിടിക്കാൻ ഒരു CIA-യും പറ്റില്ല, മറ്റൊരു ചാരസംഘടന പറ്റില്ല. ഒരു പരിധി വരെ ശരിയാണ്. കാരണം വെച്ചാൽ അവരുടെ വിങ് അത് മാത്രം ചിന്തിക്കുന്നത്, ഉറങ്ങുന്ന മൂണവർക്കും എല്ലാം അതേ ചിന്തയുള്ളൂ. പക്ഷേ CIA-ക്കൊക്കെ വേറെ ചില ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അതിന് ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നെല്ലാം അവനെന്ന് തോന്നുന്നു പറയുമ്പോൾ ഇതിനു വേണ്ടി മാത്രം ഒരു വിങ് എല്ലാ നിലക്കും വിങ് ശ്രമിച്ചാൽ അവന് വിജയിക്കാൻ പറ്റും. നമുക്ക് പറ്റുമല്ലോ, നമുക്ക് സമയമില്ല. ഇപ്പം ഞാൻ എതിരാളി എൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ച് ഞമ്മൾ 3 വർഷം പുറകെ വന്നാൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സമയം നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവരിൽ അവരുടെ ചിന്ത മുഴുവൻ 2 കാരണമുണ്ട്. അത് പറയുമ്പോഴേ ഈ ഇന്ത്യയിലെ ഏതാണ്ട് 12% വരുന്ന സവർണ വിഭാഗമാണ് സംഘപരിവാരം നയിക്കുന്നതും അവരുടെ സൃഷ്ടിയാണ്. എന്താണ് ചെയ്യാൻ കാരണം? അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ ബാക്കി 88% യോജിച്ചു നിന്നാൽ അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിലൊക്കെ അല്ലെങ്കിൽ 300-ഓളം 200-ഓളം രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ പോകാം. ബട്ട് ഈ കാശ്മീർ കള്ള് വന്ന ആര് സമൂഹത്തിൽപ്പെട്ട ഈ സവർണ വിഭാഗങ്ങൾക്ക് ഇന്ന് പോകാൻ ഒരു രാജ്യം ലോകത്തില്ല. ആകെ ഉള്ളു നേപ്പാൾ, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, പട്ടിണി രാജ്യമല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വന്നാലും ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ അതിൻ്റെതായ കരുക്കൾ നീക്കി അവർ ചെയ്യും. അതിന് ഞാൻ അവർക്ക് കുറ്റമല്ല, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കാതെ ചെല്ലു പറയും അവർ കൊള്ളടത്താണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അല്ലെങ്കിൽ വാസിക്കാണെന്നൊക്കെ പറയും. ഞങ്ങൾ പറയാൻ തയ്യാറല്ല. എന്നറിയോ, നിലനിൽപ്പിന് പ്രശ്നമാകുമ്പോൾ ഇപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ വൈകാരിക ബന്ധം അവനും മകനും കുഞ്ഞാണ്. പക്ഷെ അമ്മയുടെ ജീവൻ തോന്നിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ പോലും ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിന് നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യണം. അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചും ഈ ഇത്രയും മുസ്ലിം രാജ്യങ്ങൾ കിടക്കുക സ്വാഭാവികമായിട്ടും അവർക്ക് എതിരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് കണക്കൊണ്ട് അവർ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്.
അല്ല ശമ്പളത്തിന് വേണ്ടിയോ കൂലിക്ക് വേണ്ടിയല്ല. അവർ നിലനിൽപ്പിച്ചാൽ അത് മസ്റ്റാണല്ലോ. അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യും, അത് ശ്രദ്ധിക്കും. അപ്പോൾ അവർ ബുദ്ധി ഉപയോഗിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഇസ്രായേലിൻ്റെ മസാദാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ സവർണർ ചിന്തിക്കുന്ന കാരണം അവർ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇറാനാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഈ അസർബൈജാനെ പോലുള്ള രാജ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ശത്രുവാക്കാതെ കൂടെ നിർത്തരുത്. ഈ 90-ൽ അവർ സമ്മതിച്ചില്ല എന്ന് വയ്ക്കാം. പക്ഷേ അതിനുശേഷം 90 പോയിട്ട് വർഷം 35 വർഷമല്ലേ, 35 വർഷമായി ഇസ്രായേൽ ഇങ്ങനെ വളർന്നു വരുന്നു, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന അറിയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അസർബൈജാൻ കയ്യിലെടുക്കണ്ടേ, അതും ചിന്തിച്ചില്ല. അപ്പം അതാണ് ഈ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം നേതാക്കളുടെ ചിന്തയിൽ അവർ ഒരു പിന്നോക്ക വിഭാഗമാണ്, മുന്നോക്ക വിഭാഗം അല്ല, ആര്യന്മാരുടെ മുന്നോക്ക വിഭാഗം. അപ്പോൾ ആ പിന്നോക്ക വിഭാഗം ആകുമ്പോൾ അവരുടെ ചിന്തയിലും ആ പിന്നോക്കാവസ്ഥ വരും. അതാണ് ഇവിടുത്തെ തെളിവുകളായാലും പിന്നോക്കരാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ സവർണരുടെ ഒപ്പം ചിന്ത വരാത്തത്. അത് അടിസ്ഥാനപരമായ കാര്യമാണ്. അതിൽ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് മനസ്സിലാക്കുക? ഇനിയുള്ള കാര്യത്തിൽ നമ്മളെ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയ ശത്രുവിനെ കൂട്ടുപിടിക്കുക. ഈ തത്വം കേരളത്തിൽ കോൺഗ്രസും ബാധകമാണ്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബാധകമാണ്, കേരളത്തിൽ BJPയും ബാധകമാണ്. എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്. അത് ഞാൻ അൻവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അൻവറിൻ്റെ കാര്യത്തെക്കുറിച്ച് നാളെ ചില സൂചനകൾ പറയാം. കാരണം ദിവസമില്ല, തിങ്കളല്ലേ, ഇനി 3 ദിവസമുള്ള ഇലക്ഷൻ, ചൊവ്വ ബുധൻ വ്യാഴം, നാളെ തിങ്കൾ, നാളെ പറയാം. ഇപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സംഭവത്തിൽ ഒരൊറ്റ മിനിറ്റ് ഈ സംഭവത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അത് മറ്റൊന്നുമില്ല, നമ്മുടെ രാഷ്ട്രീയക്കാരനെ അപേക്ഷിച്ച് ഇപ്പം നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കുറച്ച് ചിന്തയുള്ള ആളാണ്, വെറും ഒരു അലമ്പ് രാഷ്ട്രീയക്കാരൊന്നുമില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹം തൃപ്പൂണിത്തിൽ 2ാമത് തോറ്റതിനെ കുറിച്ച് പറയുമ്പോഴേ ബാബുവിനെ കുറിച്ച് ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ചും 2 കാര്യം സൂചിപ്പിക്കേണ്ടി വരും. ഒന്ന്, ഇപ്പോൾ HMT ഭാഗത്ത് ക്രിസ്ത്യൻ ചർച്ചുണ്ട്, മുസ്ലിം മോസ്ക് ഉണ്ട്, അവരെല്ലാം അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചു പണിതാണ്. അവിടെ ഹിന്ദുക്കളുടെ അമ്പലമില്ല എന്നുള്ള ഇതിൽ വിശ്വ ഹിന്ദു പരിഷത്തും RSSും ഇടപെട്ടിട്ട് സർക്കാരിൻ്റെ ഭൂമി 50 സെൻറ്റായിട്ട് പതിച്ചു കൊടുത്തു. അവർ കയ്യേറി പിന്നെ പതിച്ചു കൊടുത്തോണം. അതിന് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ആകെ അനുകൂലിച്ച 3 പേര്, ഒന്ന് ഉമ്മൻചാണ്ടി അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നടക്കൂല. പിന്നെ അനുഭവിച്ചത് ഈ ബാബുവാണൊന്നും, പിന്നെ ഇബ്രാഹിം കുഞ്ഞാണ്. മുസ്ലിം ഇബ്രാഹിം കുഞ്ഞാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തത്, പിന്നെ ബാബു. ആ ബാബുവിനോട് ആ സ്നേഹം കാണിച്ച് വല്ലാണ് അവിടെ RSSകാർ കുറേ വോട്ട് ബാബുവിന് കൊടുത്ത്. അത്രയൊക്കെ ചെയ്തിട്ടും നിസ്സാര വോട്ടിനാണ് ബാബു ജയിക്കാൻ പറ്റുള്ളൂ. അതിനടുത്ത് മറ്റേ LDF സ്ഥാനത്ത് മോശമെന്നല്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.